എൻട്രി എക്സിറ്റ് മൾട്ടിപ്പിൾ ആയിട്ട് എൻട്രി എക്സിറ്റ് 2030 കൂടി എന്തായാലും ഇത്തരത്തിൽ ടീച്ചർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് ഇവിടെ. പാർട്ട് ടൈം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടീച്ചർ ആവാനുള്ള. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ലേൺലിയിലേക്ക് സ്വാഗതം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 വന്നതോടുകൂടി വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധി മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അത് സ്കൂൾ തലങ്ങളിൽ സംഭവിക്കുന്നുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ തലങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. കേവലം ഒരു കരിക്കുലം തലത്തിലുള്ള മാറ്റം മാത്രമല്ല അവിടെ സംഭവിക്കുന്നത്, അതിൻ്റെ ഘടനാപരമായ വരെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോൾ സ്കൂളിൻ്റെ ഘടന 5+3+3+4 എന്ന ഘടനയിലേക്ക് മാറുന്നു. ഹയർ എഡ്യൂക്കേഷൻ തലത്തിൽ ഡിഗ്രി പ്രോഗ്രാമുകൾ 4 വർഷ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമായി, 4 ഇയർ FIUGP 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമായി മാറുന്നു. അങ്ങനെ ഒട്ടനവധി മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഇതേപോലെ ടീച്ചർ എഡ്യൂക്കേഷൻ രംഗത്തും ഒട്ടനവധി മാറ്റങ്ങളാണ് വരുന്നത്. മുന്നേ ഉണ്ടായിരുന്ന ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷനും ബാച്ചിലേഴ്സ് ഇൻ എഡ്യൂക്കേഷനും മാറി ഇനി ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് വരാൻ പോകുന്നത്. 2030 ഒരു അധ്യാപകനാവാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഐറ്റപ്പായി മാറും. അപ്പോൾ എന്താണ് ഐറ്റപ്പ്? ഇതൊരു 4 വർഷത്തെ പ്രോഗ്രാമാണ്, 8 സെമസ്റ്ററുകളിലായിട്ടുള്ള 4 വർഷത്തെ പ്രോഗ്രാം. ഇതിൻ്റെ എലിജിബിലിറ്റി എന്നുള്ളത് അതത് ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിന്ന് പ്ലസ് ടുവിൽ 50% മാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ NTA നടത്തുന്ന NCET നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രയറായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് ഐറ്റപ്പ് ജോയിൻ ചെയ്യേണ്ട ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ എൻട്രി റിക്വയർമെൻറ്റ് എന്നുള്ളത്. ഇനി ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് 4 വർഷ ഡ്യൂറേഷനുള്ള 8 സെമസ്റ്ററുകളുള്ള ഒരു പ്രോഗ്രാമാണ് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അപ്പോൾ മുൻകാലങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റ് ഡിസിപ്ലിൻ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റ് ഡിസിപ്ലിൻ അതായത് BSc BA അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനോടൊപ്പം അത് 3 വർഷം ചെയ്തതിന് ശേഷം നമ്മളൊരു ബാച്ചിലേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ള കോഴ്സും കൂടി ചെയ്താൽ മാത്രമേ ഒരു വിദ്യാർത്ഥിക്ക് ടീച്ചർ ആവാനുള്ള ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇവിടെ ഈ 2 കാര്യങ്ങളെയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു എഡ്യൂക്കേഷനെയും ഡിസിപ്ലിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ ഇതൊരു ഡുവൽ മേജർ ഡിഗ്രി പ്രോഗ്രാമാണ്. 4 വർഷ ഡ്യൂറേഷനുള്ള ഒരു ഡുവൽ മേജർ ഡിഗ്രി പ്രോഗ്രാമാണ് ഐറ്റപ്പ് എന്നുള്ളത്. അല്ല, മേജർ 1 എന്നുള്ളത് എഡ്യൂക്കേഷനും പിന്നെ അതാത് ഡിസിപ്ലിൻ നമ്മൾ ഏത് വിഷയത്തിലാണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ വിഷയം തിരഞ്ഞെടുക്കുക. ആ വിഷയമാണ് നമ്മളുടെ ഡിസിപ്ലിനറി ഇൻ്റർ ഡിസിപ്ലിനറി ബ്രാഞ്ചായി മാറുക. ഓക്കെ, അപ്പോൾ 2 മേജറുള്ള ഡുവൽ മേജർ ഡിഗ്രിയാണ് ഐറ്റപ്പ്. ഇനി ഈ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സ്റ്റേജ് സ്പെസിഫിക് സ്പെഷ്യലൈസേഷനാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞു, NEP 2020 വന്നതിന് ശേഷം സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ ഘടനാപരമായ മാറ്റം വന്നു. അപ്പോൾ ഘടനാപരമായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഘട്ടങ്ങളായിട്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിനെ തരംതിരിച്ചിട്ടുണ്ട്. അത് ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ്, സെക്കൻഡറി സ്റ്റേജ്. അപ്പോൾ അതാത് സ്റ്റേജിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്ന അധ്യാപകരെ വാർത്തെടുക്കുന്ന രീതിയിലാണ് ഐറ്റപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം BA എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ BSc എഡ്യൂക്കേഷൻ ഒരു വിദ്യാർത്ഥിക്ക് നേടണം. ആ വിദ്യാർത്ഥിക്ക് BA എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ BSc എഡ്യൂക്കേഷൻ വേണമെങ്കിൽ പ്രിപ്പറേറ്ററി സ്റ്റേജിൽ സ്പെഷ്യലൈസ് ചെയ്യാം, മിഡിൽ സ്റ്റേജിൽ സ്പെഷ്യലൈസ് ചെയ്യാം, ഈ പറഞ്ഞ സെക്കൻഡറി സ്റ്റേജിൽ സ്പെഷ്യലൈസ് ചെയ്യാം, ഫൗണ്ടേഷണൽ സ്റ്റേജിൽ സ്പെഷ്യലൈസ് ചെയ്യാം. അത്തരത്തിൽ സ്റ്റേജ് സ്പെഷ്യലൈസ് ചെയ്യപ്പെട്ട ഒരു കോഴ്സാണ് ഐറ്റപ്പ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം തന്നെ ഈ ഓരോ സ്റ്റേജിലുള്ള കുട്ടിയുടെ പ്രായത്തിലും വ്യത്യാസം. ഇപ്പോൾ നോക്കൂ, ഫൗണ്ടേഷണൽ സ്റ്റേജിൽ 3 മുതൽ 8 വരെയുള്ള വയസ്സുള്ള കുട്ടികളായിരിക്കും ഉണ്ടാവുക, പഠിക്കാനുണ്ടാവുക സ്കൂളുകളിൽ. ഇതേ രീതിയിൽ പ്രിപ്പറേറ്ററി സ്റ്റേജിൽ സ്കൂളിലുണ്ടാവുക 8 മുതൽ 11 വരെയുള്ള വയസ്സ് വരെയുള്ള കുട്ടികളാണ്. മിഡിൽ സ്റ്റേജിൽ 11 മുതൽ 14, സെക്കൻഡറി സ്റ്റേജിൽ 14 മുതൽ 18 വരെയുള്ള. അപ്പോൾ ഈ ഓരോ ഘട്ടങ്ങളിലും കുട്ടികളുടെ സൈക്കോളജി എന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അധ്യാപകർക്ക് സ്റ്റേജ് സ്പെസിഫിക് പെഡഗോഗി കൂടി നൽകുക, അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതിൽ ഒരു വലിയ വിജയം തന്നെയാണ് ഐറ്റപ്പ് മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള കോഴ്സുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BA B.Ed ഇൻ ഫൗണ്ടേഷണൽ സ്റ്റേജ് ഉണ്ട്, BA B.Ed ഇൻ പ്രിപ്പറേറ്ററി സ്റ്റേജ് ഉണ്ട്,
BA ഇൻ മിഡിൽ സ്റ്റേജ് ഉണ്ട്, BA ഇൻ സെക്കൻഡറി സ്റ്റേജ് ഉണ്ട്. അതേപോലെ തന്നെ BSc B.Ed ഇൻ ഫൗണ്ടേഷണൽ സ്റ്റേജ്, BSc B.Ed ഇൻ പ്രിപ്പറേറ്ററി സ്റ്റേജ്, അതുപോലെ മിഡിൽ സ്റ്റേജ്, സെക്കൻഡറി സ്റ്റേജ്. ഇത്തരത്തിൽ സ്റ്റേജ് സ്പെസിഫിക് ആയിട്ടാണ് ഈ കോഴ്സുകൾ, ഈ പ്രോഗ്രാമിനകത്തുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഡിസിപ്ലിനറി അഥവാ ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ 2 മേജറുകൾ, എഡ്യൂക്കേഷൻ മേജർ, ഡിസിപ്ലിനറി മേജർ. ഇപ്പോൾ ഈ ഡിസിപ്ലിനറി മേജർ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിന് അഡീഷണൽ ആയിട്ട് നമുക്കൊരു സെക്കൻഡ് ഡിസിപ്ലിനും കൂടി വേണമെങ്കിൽ ചൂസ് ചെയ്യാം. നമുക്ക് ഒരു സെക്കൻഡ് ഡിസിപ്ലിനും കൂടി ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇനി ഇതിനകത്തുള്ള ഓരോ ഐറ്റപ്പ് പ്രോഗ്രാമുകൾക്കും ഉണ്ടാവേണ്ട കരിക്കുലർ കോമ്പോണൻസ്, അതായത് ഓരോ കോഴ്സിനും, ഇപ്പം നേരത്തെ പറഞ്ഞ BA B.Ed ആണെങ്കിലും BSc B.Ed ആണെങ്കിലും BCom B.Ed ഇൻ എനി സ്പെഷ്യലൈസേഷൻ, അതിനകത്ത് വരേണ്ട കരിക്കുലർ കോമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ്സ് നോക്കാം. ഇപ്പോൾ ഇൻഡക്ഷൻ പ്രോഗ്രാമുകൾ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമുകൾ തന്നെ. ഇനി അടുത്ത ഒരു കോമ്പോണൻ്റാണ് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. അതിനകത്ത് 30 ക്രെഡിറ്റ്സ് ആണ് ഉള്ളത്. ഇനി ഡിസിപ്ലിനറി ബാർ ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സസ്, അതായത് 64 ക്രെഡിറ്റ്സ് ഈ ഡിസിപ്ലിനറി അല്ലെങ്കിൽ ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സിൽ നിന്നാണ് 64 ക്രെഡിറ്റ് അച്ചീവ് ചെയ്യേണ്ടത്. ഇനി സ്റ്റേജ് സ്പെസിഫിക് കണ്ടന്റ് കം പെഡഗോഗി, അതിൽ 16 ക്രെഡിറ്റുകൾ. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് ആൻഡ് ഇപ്പോൾ ഈ സ്റ്റേജ് സ്പെസിഫിക് കണ്ടന്റ് കം പെഡഗോഗി കോഴ്സ് എന്ന് പറയുമ്പോൾ അതാത് സ്റ്റേജിന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള കോഴ്സ് ഏരിയ ആയിരിക്കും. ഓക്കെ, അതിൽ 16 ക്രെഡിറ്റ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടി വരും. ഇനി എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് അഥവാ വാല്യൂ ആഡഡ് കോഴ്സുകൾക്ക് 28 ക്രെഡിറ്റ് ഉണ്ട്. സ്കൂൾ എക്സ്പീരിയൻസ്, നമ്മളെ സ്കൂൾ പ്രാക്ടീസ്, നിലവിൽ നടക്കുന്ന സ്കൂൾ പ്രാക്ടീസ്, അതിന് മുമ്പ് നടക്കുന്ന ഇനീഷ്യേറ്ററി വർക്ക്, അങ്ങനെ കുറേ വർക്കുകളുണ്ടല്ലോ ഇൻറ്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട. അപ്പോൾ അതിന് 20 ക്രെഡിറ്റ് ആണുള്ളത്. കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് ആൻഡ് സർവീസിന് 2 ക്രെഡിറ്റ്. അങ്ങനെ മൊത്തത്തിൽ 160 ക്രെഡിറ്റ്. 160 ക്രെഡിറ്റാണ് ടോട്ടൽ ഈ കോഴ്സിന് കംപ്ലീറ്റ്, ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു കുട്ടി അച്ചീവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ സ്കൂൾ എക്സ്പീരിയൻസ് ഒന്ന് നോക്കാം. അത് പ്രധാനമായിട്ടും അത് വരുന്നത് 8, 7, 6, 5 സെമസ്റ്ററുകളിലാണ് ഈ സ്കൂൾ എക്സ്പീരിയൻസ് മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നതെല്ലാം. ഇപ്പോൾ പ്രീ ഇൻറ്റേൺഷിപ്പ് തുടങ്ങുന്നത് 5ാം സെമസ്റ്ററിൽ, ഡെമോൺസ്ട്രേഷൻ ലെസന്, പിയർ ടീച്ചിങ്, ഇതെല്ലാം തുടങ്ങുന്ന 5ാം സെമസ്റ്ററിൽ തുടങ്ങണം. അതിന് 2 ക്രെഡിറ്റ് ആണുള്ളത്. സ്കൂൾ ഒബ്സർവേഷൻ, അതായത് ഫീൽഡ് പോയിട്ട് സ്കൂൾ ഒബ്സർവേഷൻ പ്രാക്ടീസ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു അധ്യാപകൻ്റെ ക്ലാസ് നിരീക്ഷണം, അപ്പോൾ അതിന് 2 ക്രെഡിറ്റ് ആണുള്ളത്. സ്കൂൾ ബേസ്ഡ് റിസർച്ച് പ്രോജക്റ്റ്, അതിന് 2 ക്രെഡിറ്റ്, അത് 7ാമത്തെ സെമസ്റ്ററിലാണ്. ഇൻറ്റേൺഷിപ്പ് ഇൻ ടീച്ചിങ്, ഇൻറ്റേൺഷിപ്പ് 10 ക്രെഡിറ്റ് അടങ്ങുന്ന ഇൻറ്റേൺഷിപ്പ് ഉള്ളതും 7ാമത്തെ സെമസ്റ്ററിലാണ്. ഇനി പോസ്റ്റ് ഇൻറ്റേൺഷിപ്പ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഒക്കെ നടക്കുന്നത് 8ാമത്തെ സെമസ്റ്ററിലാണ്. അതുപോലെ ക്രിയേറ്റിംഗ് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ, അതിൻ്റെ വർക്ക് എക്സ്പീരിയൻസ്, ടോയ് മേക്കിംഗ്, ട്രഡീഷണൽ ലൊക്കേഷൻസ്, ഇതൊക്കെ നടക്കുന്നത് 8ാമത്തെ സെമസ്റ്ററിലാണ്. 2 ക്രെഡിറ്റാണ് അതിനുള്ളത്. പിന്നെ ഈ ഐറ്റപ്പിൻ്റെ ഒരു പ്രത്യേകത, 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം വന്ന സമയത്ത് നമ്മൾ ഈ എൻട്രി എക്സിറ്റ്, മൾട്ടിപ്പിൾ ആയിട്ട് എൻട്രി എക്സിറ്റ് ഈ കോഴ്സുകൾക്ക് FIUGP പ്രോഗ്രാമുകൾക്ക് അനുവദിച്ച പോലെ തന്നെ ഐറ്റപ്പിനും വരുന്നുണ്ട്. ഇപ്പം ഒരു വർഷം ഇപ്പോൾ ഐറ്റപ്പിൽ ജോയിൻ ചെയ്തു, ഈ പറഞ്ഞ NTA നടത്തിയ കോമൺ എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഐടെക്കിന് ജോയിൻ ചെയ്തൊരു വിദ്യാർത്ഥി ഒരു വർഷം കഴിഞ്ഞ് ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഒരു വർഷം ആ കുട്ടി വിദ്യാർത്ഥി പഠിച്ചതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സായി മാറും. 2 വർഷം പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് പോകുന്നതെങ്കിൽ അതൊരു ഡിപ്ലോമ കോഴ്സായി മാറും. അതിനൊരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇനി 3 വർഷമാണെങ്കിൽ ഏതെങ്കിലും ഒരു ചൂസൺ മേജറിൽ അവർക്ക് എന്ത് കിട്ടും? ബാച്ചിലർ ഡിഗ്രി കിട്ടും. ഇനി 4 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ആ വിദ്യാർത്ഥി ഡുവൽ മേജർ ബാച്ചിലർ ഡിഗ്രി അച്ചീവ് ചെയ്യും. ഇതാണ്. അപ്പോൾ മൾട്ടിപ്ലി നമുക്ക് ഏത് ഘട്ടത്തിൽ വേണമെങ്കിൽ, ഏത് ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ 1 വർഷം പൂർത്തിയാക്കിയിട്ട് വേണമെങ്കിൽ പോകാം, 2 വർഷം പൂർത്തിയാക്കിയിട്ട് പുറത്തേക്ക് പോകാം. അപ്പോൾ 1 വർഷം പൂർത്തിയാക്കി പോകുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടും. 2 വർഷമാണെങ്കിൽ ഡിപ്ലോമ കോഴ്സായി മാറും, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. 3 വർഷമാണെങ്കിൽ ഏതെങ്കിലും ഒരു മേജറിൽ നമുക്ക് എന്ത് കിട്ടും? ബാച്ചിലേഴ്സ് ഡിഗ്രി കിട്ടും. 4 വർഷമാണെങ്കിൽ ഡുവൽ മേജർ ബാച്ചിലേഴ്സ് ഡിഗ്രി കിട്ടുന്നതാണ്. ഇപ്പം ഇനി ഈ ഐറ്റപ്പ് പ്രോഗ്രാം വന്നു. അതോടൊപ്പം തന്നെ FIUGPയും നടക്കുന്നുണ്ട്, 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ.
ഇപ്പോൾ ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ്, ഇപ്പോൾ നമുക്കൊക്കെ ഒരുപാട് നമ്മളെ പോലെയുള്ള ആളുകൾ ബി എഡ് ഒക്കെ എടുത്ത് 2 വർഷം ബി എഡ് ചെയ്താണ്. ഇപ്പോൾ ഐറ്റപ്പ് എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ ഉടനെ കുട്ടികൾക്ക് ഐറ്റപ്പിൽ ജോയിൻ ചെയ്യാം. അവരുടെ നൈപുണ്യം മനസ്സിലാക്കിയിട്ട് ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിച്ച് +2 കഴിഞ്ഞ ഉടനെ തന്നെ ഏത് സ്റ്റേജിലേക്കും വേണ്ടിയിട്ട് 4 വർഷത്തെ ഈ ഐറ്റപ്പ് പ്രോഗ്രാം ചെയ്താൽ മതിയാവും. ഇനി ഇപ്പോൾ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ചെയ്ത വിദ്യാർത്ഥികളുണ്ടാവാം, അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാകും. ഇവർക്ക് 1 വർഷത്തെ ബി എഡ് പ്രോഗ്രാമാണുള്ളത്. ബാച്ചിലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ 1 വർഷം 1 ഇയർ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റപ്പ് തന്നെ ഇപ്പോൾ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം നടക്കുന്നുണ്ട്, 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം. ആ 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം കഴിഞ്ഞ് വന്ന വിദ്യാർത്ഥി വീണ്ടും വന്നിട്ട് 2 വർഷത്തെ ബി എഡ് ചെയ്യേണ്ട ആവശ്യമില്ല, 1 വർഷത്തെ ബി എഡ് ചെയ്താൽ മതി. ഇവിടെ നോക്കാം, എലിജിബിലിറ്റി നോക്കൂ. കാൻഡിഡേറ്റ്സ് ഹാവിങ് എ മാസ്റ്റർ ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 50%. അതല്ലെങ്കിലോ കാൻഡിഡേറ്റ്സ് ഹാവിങ് എ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇക്വാലൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ. അപ്പോൾ ഇതിലും 50% മാർക്ക്. അപ്പോൾ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് കഴിഞ്ഞ കുട്ടികൾക്ക് FIUGP കഴിഞ്ഞ കുട്ടികൾ വിഷമിക്കേണ്ട, അവർക്ക് 1 വർഷത്തെ ബി എഡ് ചെയ്യാൻ പറ്റും. അവർക്ക് ആ ഡിഗ്രി കോഴ്സിൻ്റെ ഇടയിലാണ് അവരുടെ നൈപുണ്യം മനസ്സിലാക്കി ടീച്ചർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത്. 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം കഴിഞ്ഞ് 1 വർഷത്തെ ബി എഡ് പ്രോഗ്രാം ചെയ്യാം. മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആളുകൾക്കാണെങ്കിലും എന്ത് ചെയ്യാം, 1 വർഷത്തെ ബി എഡ് പ്രോഗ്രാം ചെയ്യാം. ഇനി ഈ 3 വർഷ ഡിഗ്രി പ്രോഗ്രാമുകൾ, ഇപ്പോൾ ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്ത് 3 ഇയർ കഴിഞ്ഞിട്ട് കുട്ടിക്കിപ്പം ബി എഡ് ചെയ്യണം എന്ന് തോന്നുകയാണ്, എഡ്യൂക്കേഷനിലേക്ക് ടീച്ചർ ആവണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ 3 ഇയർ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് 2 ഇയർ ബി എഡ് പ്രോഗ്രാമുകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ 4 വർഷം 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം കഴിഞ്ഞ കുട്ടികൾക്കും ഈ 2 ഇയർ ബി എഡിലേക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, 1 ഇയർ ബി എഡിലേക്ക് ജോയിൻ ചെയ്യാം. ഈ 3 ഇയർ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് എന്ത് പറ്റുള്ളൂ, 2 ഇയർ ബി എഡ് ചെയ്യാനേ രക്ഷയുള്ളൂ. ഇനി ഈ 2030 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 2 ഇയറും മറ്റ് കാര്യങ്ങളൊക്കെ നിലനിൽക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വളരെ കുട്ടികൾ കുറവായിരിക്കും. എല്ലാ കുട്ടികളും തന്നെ സ്വതവേ ഈ +2 കഴിഞ്ഞാൽ തന്നെ ഈ ടീച്ചറാവാൻ പാഷനുള്ള കുട്ടികളൊക്കെ ഐറ്റപ്പ് ചൂസ് ചെയ്യും. അപ്പോൾ 1-2 കുട്ടികളൊക്കെ ഇതുപോലെ FIUGPയോ അല്ലെങ്കിൽ സാധാരണ ഡിഗ്രി 3 വർഷം കഴിഞ്ഞ് ക്വിറ്റ് ചെയ്തിട്ട് ടീച്ചർ എഡ്യൂക്കേഷന് പോകണം ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ അത്തരം കുട്ടികൾക്ക് മറ്റെന്തെങ്കിലും സാധ്യതകൾ ഇവിടെ ഉണ്ടാവാം. ഈ പറഞ്ഞ ഐറ്റപ്പിൽ തന്നെ എന്തെങ്കിലും എൻട്രികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണാവുന്നതാണ്, ഇനി എന്താണ് അതിൽ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ മാസ്റ്റേഴ്സിലും വലിയ മാറ്റങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. മാസ്റ്റേഴ്സ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ ആൾ 2 വർഷത്തെ ബി എഡ് ചെയ്യുന്നു. 2 വർഷത്തെ ബി എഡിന് ഇനിയിപ്പോൾ ഒരു മാസ്റ്റേഴ്സ് എടുക്കണമെങ്കിൽ 2 വർഷത്തെ MEd ചെയ്യണം. ഇനി അതിനും ഒരു മാറ്റമാണ് കൊണ്ടുവരുന്നത്. എന്താക്കുവാണ്, ഇപ്പോൾ നിലവിൽ 1 ഇയർ ബി എഡ് അച്ചീവ് ചെയ്ത കുട്ടിയോ അല്ലെങ്കിൽ 2 ഇയർ ബി എഡ് അച്ചീവ് ചെയ്ത കുട്ടിയോ അല്ല ഐറ്റപ്പ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയോ ആണെങ്കിൽ അവനെന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ 1 ഇയർ ഫുൾ ടൈം പ്രോഗ്രാമായിട്ട്, അതായത് ക്ലാസ്സിൽ വന്ന് MEd ചെയ്തു പോവാം. 1 വർഷം കൊണ്ട് MEd പൂർത്തിയാക്കാം. ഇനി അതല്ല, പാർട്ട് ടൈം ആയിട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് ഇവിടെ. പാർട്ട് ടൈം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2 വർഷം എടുത്ത് പാർട്ട് ടൈം ആയിട്ട് ഈ പാർട്ട് ടൈം ആയിട്ടുള്ള ഇതൊക്കെ അനുവദിച്ചിരിക്കുന്നത് എല്ലാവർക്കും അനുവദിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ വർക്കിംഗ് ടീച്ചേഴ്സിനുള്ളതാണ് ഈ പറഞ്ഞ പാർട്ട് ടൈം കാര്യങ്ങൾ. വർക്കിംഗ് ടീച്ചേഴ്സ്, എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതർ ഫങ്ഷണറീസ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പാർട്ട് ടൈം ആയിട്ടുള്ള MEd പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ തന്നെ ഇതൊക്കെ ഒരു വലിയൊരു ചുവടുവെപ്പ് തന്നെയാണ്. പാർട്ട് ടൈം ആയിട്ട് MEd ചെയ്യാനുള്ള അവസരം കിട്ടുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം വരുന്നതോടുകൂടി ഒട്ടനവധി മാറ്റങ്ങളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള എഡ്യൂക്കേഷൻ്റെ ഗ്രാജുവേഷൻ ആയിക്കോട്ടെ മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ അതിലൊക്കെ തന്നെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പുതിയ കരിക്കുലം ഫ്രെയിംവർക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, NCTയുടെ സൈറ്റിലുണ്ട്. നിങ്ങൾക്കും അത് വായിച്ചു നോക്കാവുന്നതാണ്. എങ്കിലും കുറേ കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ ഇനിയും വരാനുണ്ട്. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ നമുക്ക് അത്തരം ക്ലിയറായിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാവുന്നു എന്ന് വിശ്വസിക്കുന്നു. 2030 എന്തായാലും ഇത്തരത്തിൽ ടീച്ചർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ടീച്ചർ ആവാനുള്ള ഒരു മിനിമം യോഗ്യത എന്നുള്ളത് ഐറ്റപ്പായി മാറും എന്നുള്ളത് തരത്തിലാണ് നിലവിലെ കരിക്കുലം ഫ്രെയിംവർക്കിലെല്ലാം കണ്ടിട്ടുള്ളത്. എനിവേ ഈ വീഡിയോ കണ്ടതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള അറിവുകൾക്ക് മറ്റുള്ളവർക്ക് ഞങ്ങളെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.